ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ട്രാജഡി, അതായത് ഡ്രാമയുടെ ഒറിജിൻ, ഡ്രാമ എങ്ങനെയാണ് ഉത്ഭവിച്ച് വന്നത് എന്നുള്ള ആ ഒരു പ്രോസസ്സായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ നമ്മൾ 5 പാർട്ടുകൾ നമ്മൾ ഇത് തന്നെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതായത് ഫിക്ഷൻ ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളിതിപ്പോൾ 6ാമത്തെ പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് 6ാമത്തെ പാർട്ടോടുകൂടി ഈ ഒരു യൂണിറ്റ് കഴിയും. അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് വരാം. Comedy in Athens passed through 3 stages: old comedy or the comedy of political and personal satire, middle comedy which marked the new transition from this to the comedy of social life and manners. അതായത് ഗ്രീക്ക് നാടകങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ കോമഡി ഇൻ ഏതൻസ് എന്ന് പറയുന്നത് ഗ്രീസിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഏതൻസിലെ കോമഡി നാടകങ്ങൾ എത്തരത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ, കോമഡി നാടകങ്ങൾ 3 ഘട്ടങ്ങളിലൂടെയായിരുന്നു കടന്നു വന്നിരുന്നത്. ഏതൻസിലെ കോമഡി നാടകങ്ങൾ 3 ഘട്ടത്തിലൂടെയാണ് കടന്നു വന്നിരുന്നത്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, ഓൾഡ് കോമഡി എന്ന് പറയുന്നത് കോമഡി ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് പേഴ്സണൽ സറ്റയർ ആണ്. പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം, രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ഷേപഹാസ്യവും പിന്നെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപഹാസ്യങ്ങളുമായിരുന്നു ഓൾഡ് കോമഡിയിൽ പെട്ടിരുന്നത്. പിന്നെ രണ്ടാമത്തത് മിഡിൽ കോമഡി എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫ് ആൻഡ് മാനേഴ്സിനെ സംബന്ധിക്കുന്നതായിരുന്നു മിഡിൽ കോമഡി. പിന്നെ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ന്യൂ കോമഡിയാണ്. ന്യൂ കോമഡി ഹ്യൂമൻ റിലേഷൻസിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ we possess 32 plays of the 3 great tragic poets Aeschylus, Sophocles and Euripides. അതായത് ഗ്രീക്ക് നാടകകൃത്തുക്കൾ, പ്രധാനികളായിട്ടുള്ള ഗ്രീക്ക് നാടകകൃത്തുക്കളുടെ 32 നാടകങ്ങളാണ് നമ്മൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവ എയ്സ്കിലസിൻ്റെയും സോഫോക്ലിസിൻ്റെയും യൂറിപ്പിഡിസിൻ്റെയുമാണ്. ഇവർ 3 പേരാണ് പ്രധാനികളായിട്ടുള്ള ഗ്രീക്ക് നാടകകൃത്തുക്കൾ. ദ പ്രൈമറി ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗ്രീക്ക് ട്രാജഡി ഈസ് ദ സ്ട്രെസ് ഓൺ കോറൽ എലിമെൻറ്റ്. അതായത് ഗ്രീക്ക് ട്രാജഡികളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിനകത്തുള്ള കോറൽ എലിമെൻ്റ് ആണ്. അതായത് കോറസിൻ്റെ സാന്നിധ്യം. കോറസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഗായകരുടെ സാന്നിധ്യത്തിനെയാണ് കോറൽ എലിമെൻ്റ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. In every play, such a chorus or body of persons forming as it were a multiple individuality, moving, singing and dancing together and continually interrupting the dialogue and the progress of the action with their odes and interludes. അതായത് ഈ നാടകങ്ങളിലൊക്കെ നമുക്ക് ഈ കോറസിനെ കാണാൻ സാധിക്കും. ഈ കോറസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? മൂവിങ്, സിംഗിങ് ആൻഡ് ഡാൻസിങ് ടുഗെദർ ആൻഡ് കണ്ടിന്യൂലി ഇൻറ്ററപ്റ്റിംഗ് ദ ഡയലോഗ്. അതായത് നാടകത്തിൻ്റെ ഡയലോഗിൻ്റെ ഇടയ്ക്ക് കൂടി സംഗീതവും പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് കോറസ് മൂവ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദ പ്രോഗ്രസ് ഓഫ് ദ ആക്ഷൻ വിത്ത് ദർ ഓഡ്സ് ആൻഡ് ഇൻ്റർല്യൂഡ്സ്. ഈ ആക്ഷൻ്റെ ഒപ്പം തന്നെ അവരുടെ ഓടുകൾ, ODE ഓഡ്, അതായത് ഭാവഗീതങ്ങളും ഇൻ്റർല്യൂഡ് എന്ന് പറയുന്നത് ഇടവേളകളിലെ സംഗീതത്തിനെയാണ് ഇൻ്റർല്യൂഡ് എന്ന് പറയുന്നത്. അതായത് ഈ തരത്തിലുള്ള കോറസിൻ്റെ സാന്നിധ്യം ഗ്രീക്ക് നാടകത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അടുത്ത പോയിന്റ്, ദ കോറസ് ബിലോങ്സ് ടു ഗ്രീക്ക് ട്രാജഡി. ഗ്രീക്ക് ട്രാജഡിയുടെ ഒരു പ്രധാന സവിശേഷതയാണ് ഈ ഒരു കോറസ്. From the very beginning of the real tragedy with Aeschylus, the tendency of artistic evolution is consistently toward the subordination of the choral element to that of the individual actors. അതായത് സാവധാനം ഈ ഒരു കോറൽ എലിമെൻറ്റിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരികയും ആക്ടേഴ്സിൻ്റെ പ്രാധാന്യം കൂടി വരികയും ചെയ്തു. In Sophocles, the use of chorus reaches perfection. സോഫോക്ലിസിൽ വരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോറസിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാം. സോഫോക്ലിസ് നാടകകൃത്തിൻ്റെ പേരാണ്, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. In Aeschylus, about 1/2 of a play is occupied with choral odes, and in Euripides only from a quarter to a 9th part. അതായത്
എയ്സ്കിലസിൽ അത് വീണ്ടും കുറഞ്ഞു. അതായത് ഒരു പകുതി ഭാഗം, നാടകത്തിൻ്റെ ഒരു പകുതി ഭാഗമായിരുന്നു കോറസിൻ്റെ സാന്നിധ്യം. എന്നാൽ യൂറിപ്പിഡിസിൻ്റെ നാടകങ്ങൾ വന്നപ്പോൾ ക്വാർട്ടർ, അതായത് ഒരു കാൽ ഭാഗം മാത്രമേ കോറസിനെ അതിനകത്ത് കാണാൻ സാധിച്ചിരുന്നുള്ളൂ. Along with this decrease in the prominence of the chorus goes its gradual detachment from the action. The history of chorus in Greek tragedy is a history of gradual decay. അതായത് ഗ്രീക്ക് ട്രാജഡിയിൽ പിന്നെ നമ്മൾ കാണുന്നത് കോറസ് ഇല്ലാതായി വരുന്നതായിട്ടാണ്. Arnold explains that it was to combine, to harmonize, to deepen for the spectator the feelings excited in him by the sight of what was passing on the stage. അതായത് മാത്യു അർണോൾഡ് 19th സെഞ്ച്വറിയിലെ ഒരു സാഹിത്യ നിരൂപകനായിരുന്നു മാത്യു അർണോൾഡ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മാറ്റം, അതായത് കോറസിനെ എടുത്ത് മാറ്റിക്കൊണ്ടുള്ള ഈ ഒരു മാറ്റം അത് സ്പെക്ടേറ്റേഴ്സിൻ്റെ അപ്പീലിന് വേണ്ടിയിട്ടായിരുന്നു. While in Greek drama the tragic and comic are released in the contrasted yet complementary form of tragedy and comedy, in Sanskrit drama the elements were usually, though not invariably, mixed in diverse proportions rather as in the Elizabethan drama. അതായത് ഗ്രീക്ക് നാടകങ്ങളിൽ ട്രാജഡിയും കോമഡിയും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതുപോലെ തന്നെയാണ് എലിസബത്തൻ നാടകങ്ങളിലും ഈ ഒരു ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സാൻസ്ക്രിറ്റ് ഡ്രാമ എന്ന് പറയുന്നത് ഇന്ത്യൻ സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. സാൻസ്ക്രിറ്റ് ഡ്രാമയെ പറ്റി വളരെയധികം പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ ഉൾപ്പെടുന്നതാണ് കാളിദാസൻ്റെ ശാകുന്തളവും രാമായണ, അങ്ങനെ പ്യൂർലി സാൻസ്ക്രിറ്റ് ഭാഷയിൽ എഴുതിയിട്ടുള്ള നാടകങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ കോമഡിയുടെയും ട്രാജഡിയുടെയും എലിമെൻറ്റ് മിക്സ് ആയിട്ടാണ് ഉള്ളത്. അതായത് സാൻസ്ക്രിറ്റ് ഡ്രാമ, അതായത് ഇന്ത്യൻ സാൻസ്ക്രിറ്റ് ഡ്രാമ ബേസിക്കലി ഈ നവരസങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതായത് ഈ 9 രസങ്ങളും അല്ലെങ്കിൽ 9 മൂഡുകളെയും ബേസ് ചെയ്തിട്ടുള്ള നാടകങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ആയിട്ടാണ് സാൻസ്ക്രിറ്റ് നാടകത്തിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് happy conclusion was the general rule and hence the virtuous were rewarded and the vicious punished in the end. എന്തൊക്കെ പറഞ്ഞാലും ഹാപ്പി എൻഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാടകങ്ങൾ അവസാനിച്ചിരുന്നത്. അപ്പോൾ വേർച്വസ് വെർ റിവാർഡഡ്, അതായത് നല്ലവരെ റിവാർഡ് ചെയ്യപ്പെടുകയും വിഷ്യസ്, അതായത് തിന്മയുടെ ശക്തികൾ പണിഷ് ചെയ്യപ്പെടുന്നതായിട്ടുമാണ് ഈ നാടകങ്ങളിൽ ലാസ്റ്റ് വന്നിരുന്നത്. ഫോളോയിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഡ്രമാറ്റിക് ഹിസ്റ്ററി വി പാസ് ഫ്രം ഗ്രീസ് ടു റോം, which at the time of its literary awakening under Hellenic impulses began to fashion both comedies and tragedies on the lines which the Greeks had laid down. Comedy possessed 20 plays of Plautus and 6 Terence, while tragedy possessed 10 dramas of Scianca. അതായത് ഈ നാടകങ്ങളുടെ ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ അത് ഗ്രീസിൽ നിന്നും റോമിൽ നിന്നുമൊക്കെയാണ് അത് തുടങ്ങി വന്നിരുന്നത്. അപ്പോൾ ഒരു ഹെലനിക് ഇമ്പൾസ്, അതായത് ഹെലനിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രീസിനെയാണ്, ഒരു ഗ്രീക്ക് പ്രേരണയോടുകൂടി തന്നെയാണ് ഈ ഒരു നാടകം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. കോമഡി പോസസ്ഡ് 20 plays of Plautus, അതായത് കോമഡി നാടകങ്ങൾ പ്ലോട്ടസ് എന്ന് പറയുന്ന നാടകകൃത്തിൻ്റെ 20 നാടകങ്ങളും പിന്നെ ടെറൻസ് എന്ന് പറയുന്ന ഡ്രമാറ്റിസ്റ്റിൻ്റെ 6 നാടകങ്ങളുമാണ് കോമഡി നാടകങ്ങളിൽ ഉൾപ്പെടുന്നത്. വൈൽ ട്രാജഡി പോസസ്ഡ് 10 dramas of Scianca. സിയാങ്കയുടെ 10 ട്രാജഡി നാടകങ്ങളുമാണ് ഈ ഒരു പുരാതന കാലത്ത് ഗ്രീക്ക് നാടകങ്ങളിൽ ഉൾപ്പെടുന്നത്. Both the comedies and tragedies have great historical importance. The drama of modern Europe arose out of the rich symbolic liturgy of the medieval church through the gradual dramatization
dramatization of important events കമമറേറ്റഡ് ഇൻ ദ ചീഫ് സർവീസസ് ഓഫ് ദ കലണ്ടർ. അതായത് നാടകങ്ങളുടെ തുടക്കം എന്ന് പറയുമ്പോൾ അത് ഗ്രീക്ക് നാടകങ്ങളും റോമൻ നാടകങ്ങളും ആണ്. എന്നാൽ ഇംഗ്ലീഷ് നാടകങ്ങൾ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത്? മോഡേൺ ഇംഗ്ലീഷ് നാടകങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നത് ലിറ്റർജിയിൽ നിന്നാണ്. ലിറ്റർജി, LITURGY, ലിറ്റർജി എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടാണ് മോഡേൺ നാടകങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നത്. ലിറ്റർജി ഓഫ് ദ മെഡീവൽ ചർച്ച്, അതായത് മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത് 5th സെഞ്ച്വറി മുതൽ 15th സെഞ്ച്വറി വരെയുള്ള ഒരു കാലഘട്ടമാണ് മെഡീവൽ പീരീഡ്. ഈ മെഡീവൽ പീരീഡിൽ പള്ളികളിൽ ആണ് ആദ്യമായിട്ട് ഈ നാടകങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ത്രൂ ദ ഗ്രാജുവൽ ഡ്രമാറ്റൈസേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് കമമറേറ്റഡ് ഇൻ ദ ചീഫ് സർവീസസ് ഓഫ് ദ കലണ്ടർ. അതായത് പള്ളിയിലെ ബൈബിളിലുള്ള ചെറിയ ചെറിയ കഥകളായിരുന്നു ആദ്യകാലങ്ങളിൽ ഡ്രാമയായിട്ട് അവതരിപ്പിച്ചിരുന്നത്. ദിസ് ലിറ്റർജിക്കൽ ഡ്രാമ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഇവോൾവ് ഇൻ ടു എ ഫുള്ളി ഡെവലപ്ഡ് ആൻഡ് വൈഡ്ലി പോപ്പുലർ റിലീജിയസ് പ്ലേ, ദ മിസ്റ്ററി ഓർ മിറക്കിൾ പ്ലേ. അപ്പോൾ ഈ ഒരു ബൈബിൾ നാടകങ്ങളാണ് പുരാതന കാലത്ത് മിസ്റ്ററി പ്ലേ അല്ലെങ്കിൽ മിറക്കിൾ പ്ലേ എന്ന് പറഞ്ഞിരുന്നത്. അതായത് ബൈബിളിലുള്ള അത്ഭുത പ്രവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാടകങ്ങളായിരുന്നു ഇവയൊക്കെ. The subject matter of which was derived mainly from the Bible, but its part also from tradition and the lives of saints. അതായത് ബൈബിളിലെ കഥകളും പിന്നെ സെയിൻറ്റുകളുടെ കഥകൾ, അതായത് ഈ പുണ്യാളന്മാരുടെ കഥകൾ, ഇതൊക്കെയായിരുന്നു ആദ്യ മിസ്റ്ററി നാടകങ്ങളിൽ അല്ലെങ്കിൽ മിറക്കിൾ നാടകങ്ങളിൽ ഉണ്ടായിരുന്നത്. മിസ്റ്റർ സൈമൺസ് ഡിസ്ക്രൈബ് ദ റിലീജിയസ് ഡ്രാമ ഇൻ ഇംഗ്ലണ്ട് ആസ് ദ ഡെയിം സ്കൂൾ ഓഫ് ഡ്രാമാറ്റിക് ജീനിയസ്. അതായത് മിസ്റ്റർ സൈമൺസ് നമ്മുടെ ഡ്രാമയുടെ ഉത്ഭവത്തെ പറ്റി പറഞ്ഞിരുന്നത് ഇംഗ്ലണ്ടിലെ റിലീജിയസ് ഡ്രാമയായിരുന്നു ഡെയിം സ്കൂൾ ഓഫ് ഡ്രാമാറ്റിക് ജീനിയസ് എന്ന് നമുക്ക് പറയാവുന്നത്. Another kind of didactic drama arose and flourished in the morality or allegorical play. അടുത്ത ഒരു തരം നാടകങ്ങളായിരുന്നു മൊറാലിറ്റി നാടകങ്ങൾ അല്ലെങ്കിൽ അലിഗോറിക്കൽ നാടകങ്ങൾ. അലിഗോറിക്കൽ എന്ന് പറഞ്ഞാൽ ഉപമ രൂപത്തിലുള്ള നാടകങ്ങളെയാണ് അലിഗോറിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡൈഡാക്റ്റിക് നാടകങ്ങളായിരുന്നു. ഡൈഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ ഉപദേശ രൂപേണയുള്ള നാടകങ്ങളായിരുന്നു. The real beginnings of modern and tragedy are closely connected with that particular phase of the Renaissance which we call the classical revival. അതായത് യഥാർത്ഥ മോഡേൺ ട്രാജഡി ഉത്ഭവിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത് റിനൈസൻസിൻ്റെ ടൈമായിരുന്നു. റിനൈസൻസ് എന്ന് പറയുന്നത് നവോത്ഥാന കാലഘട്ടം. അത് 15th സെഞ്ച്വറിയിലാണ് തുടങ്ങുന്നത്. 16-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലുമായിട്ടാണ് റിനൈസൻസ് പീരീഡ് കിടക്കുന്നത്. റിനൈസൻസ് പീരീഡ് എന്താണെന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് മിഡീവൽ ഡാർക്ക് ഏജസ് എന്നറിയപ്പെട്ടിരുന്ന മിഡീവൽ ഏജസിന് ശേഷം പെട്ടെന്ന് കലയിലും സാഹിത്യത്തിലും ഉണ്ടായ ഒരു ഉണർവിനെയാണ് റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. which we call the classic revival. ഈ റിനൈസൻസിനെയാണ് നമ്മൾ ക്ലാസിക് റിവൈവൽ എന്ന് പറയുന്നത്, അതായത് മഹാസാഹിത്യ നവോത്ഥാനം എന്ന് പറയുന്നത്. Fired by enthusiasm for everything belonging to the newly discovered world of pagan antiquity, men turned back to that world of inspiration and example in drama as in all other forms of literacy art. അതായത് ഇത് പെയ്ഗൻ ആൻറ്റിക്വിറ്റിയിൽ നിന്നുള്ള ഒരു ഉയർത്തെണീപ്പായിരുന്നു. പെയ്ഗൻ എന്ന് പറയുന്നത് വളരെ പുരാതന കാലത്ത്, അതായത് ഈ മിഡീവൽ ടൈമിൽ ആൾക്കാർ എന്തിനേയും ഏതിനേയും ആരാധിക്കുന്ന ഒരു രീതിയായിരുന്നു പെയ്ഗൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ പുരാതന കാലത്തിനെയാണ് ആൻറ്റിക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യാതൊരു വിദ്യാഭ്യാസപരമായിട്ടും കലാസാഹിത്യപരമായിട്ടും ഒരു ഉണർവും ഇല്ലാതിരുന്ന ആ ഒരു പെയ്ഗൻ ആൻറ്റിക്വിറ്റി, ആ ഒരു പുരാതന കാലത്തിൽ നിന്നും ഉള്ള ഒരു ഉയർത്തെണീപ്പായിരുന്നു ഈ ഒരു കാലഘട്ടം. ഇൻ കോമഡി ദ നേറ്റീവ് and popular elements were too strong in England
പെർമിറ്റ് മിയർ അക്കാഡമിക് ഇമിറ്റേഷൻ. അതായത് കോമഡിയിൽ ഇംഗ്ലണ്ടിലെ പോപ്പുലർ എലിമെൻസുകൾ തദ്ദേശീയമായിട്ടുള്ള പോപ്പുലർ എലിമെൻസുകളും തദ്ദേശീയമായിട്ടുള്ള എലിമെൻറ്റുകളും കൂടുതലായിരുന്നു. ട്രാജഡി ഓൺ ദ അതർ ഹാൻഡ് വാസ് അറ്റ് ദ ഔട്ട്സെറ്റ് പ്യോർലി അക്കാഡമിക്. എന്നാൽ ട്രാജഡി ആണെങ്കിൽ പ്യോർലി അക്കാഡമിക് ആയിരുന്നു, അല്ലെങ്കിൽ പാണ്ഡിത്യപരമായിരുന്നു. ഹിയർ ദ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ബിക്കംസ് മാനിഫെസ്റ്റ്. അപ്പോൾ ഈ ട്രാജഡികളിൽ ചരിത്രപരമായിട്ടുള്ള ഘടകങ്ങൾ പ്രത്യക്ഷമായിരുന്നു. Now, in cynical tragedy, while in matter, it tended to a free use of the violent, the horrible, and the supernatural if presented the structural principle of the classic drama in an exaggerated form. സിനിക്കൽ നാടകങ്ങളിൽ കാണപ്പെട്ടിരുന്ന എലിമെൻ്റ് എന്ന് പറയുന്ന വയലൻസ്, പിന്നെ ഹൊറിബിൾ, വളരെ ഹൊറിബിൾ ആയിട്ടുള്ളതും വയലൻ്റ് ആയിട്ടുള്ളതും, സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ അമാനുഷിക ശക്തികളെ കാണിക്കുന്നതും ഒക്കെ അങ്ങനത്തെ രീതിയിലുള്ള അങ്ങനത്തെ രീതിയിലുള്ള ഘടകങ്ങൾ സിനിക്കൽ ട്രാജഡിയിൽ പ്രത്യക്ഷമായിരുന്നു. അടുത്ത പോയിന്റ്, in an exaggerated form, action being entirely eliminated and one stately speeches full of rhetoric and declamation taking place the dramatic dialogue. അപ്പോൾ ഈ ഒരു സിനിക്കൻ ട്രാജഡിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അഭിനയത്തെക്കാളും കൂടുതൽ ഒരു പ്രസംഗ കലയ്ക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. റിറ്ററിക്, RHETORIC, റിറ്ററിക് എന്ന് പറയുന്നത് സംഭാഷണ വിദ്യയാണ്, സംസാരിക്കാനായിട്ടുള്ള ആ ഒരു ചാതുര്യമാണ് റിറ്ററിക് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിക്ലമേഷൻ എന്ന് പറഞ്ഞാൽ വാചാലത. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കായിരുന്നു സിനിക്കൻ ട്രാജഡിയിൽ അഭിനയത്തെക്കാട്ടിലും അല്ലെങ്കിൽ ആക്ഷനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ ഇറ്റലി ആൻഡ് ഫ്രാൻസ്, while the cynical type was modified in various particulars, it was still taken as a foundation and neoclassicism was firmly established. എന്നാൽ ഇറ്റലിയിലും ഫ്രാൻസിലും നിയോ ക്ലാസിസിസം, അതായത് 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ഉണ്ടായ ക്ലാസിസിസത്തിൽ ഉണ്ടായ ഒരു ഉദാഹരണമാണ് നിയോ ക്ലാസിസിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ സമയത്ത് ഉണ്ടായ ഒരു മാറ്റം. ഇറ്റ്സ് ഐഡിയൽസ് backed by the enormous power of the academy ruling supreme in the latter country till the time of Dumas and Victor Hugo. അതായത് ഈ ഒരു ഫ്രഞ്ച് നാടകങ്ങളിൽ പ്യോർലി പാണ്ഡിത്യപരം അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള ഘടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഫ്രഞ്ച് നാടകകൃത്തുക്കളായ അലക്സാണ്ടർ ഡ്യൂമാസിൻ്റെയും വിക്ടർ ഹ്യൂഗോയിൻ്റെയും നാടകങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ അലക്സാണ്ടർ ഡ്യൂമാസിൻ്റെ പേരുകേട്ട നാടകമാണ് ത്രീ മസ്കറ്റിയേഴ്സ്, പിന്നെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറയുന്നത്. കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറയുന്ന നാടകത്തിൻ്റെ ആ നാടകം ബേസ് ചെയ്ത് മലയാളത്തിലെടുത്ത ഒരു സിനിമയായിരുന്നു പഴയ കാലത്തെ പടയോട്ടം എന്ന് പറയുന്ന ഒരു മലയാള സിനിമ. പിന്നെ വിക്ടർ ഹ്യൂഗോയിൻ്റെ ലെസ് മിസറബിൾസ്, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, after a few abortive experiments and despite the efforts and influence of humanists like Sidney Seneca and neoclassicism were abandoned, independent type of drama, the romantic came into existence. അതായത് ഈ ഡ്രാമയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ ലാസ്റ്റ് ഉരുത്തിരിഞ്ഞ് വന്നതായിട്ടുള്ള ഡ്രാമ എന്ന് പറയുന്നത് റൊമാൻറ്റിക് നാടകങ്ങളാണ്, അല്ലെങ്കിൽ കാൽപ്പനിക നാടകങ്ങളാണ്. In Spain, the national genius was too strong to accept the classic yoke, and a rich romantic drama arose in defiance of all attempts of scholars and critics to regulate it by fine and rule. അതായത് സ്പെയിനിൽ നാഷണൽ ജീനിയസിൻ്റെ ഒരു പ്രഭാവം കൊണ്ട്, അതായത് ദേശീയ പ്രതിഭ, അതായത് കൂടുതൽ ജനകീയമായിട്ട് ഉള്ള ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത്?
ക്ലാസിക്കൽ രീതികളെ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു പുതിയ തരത്തിലുള്ള റൊമാൻറ്റിക് ഡ്രാമ, അതായത് സ്കോളേഴ്സ്, പണ്ഡിതന്മാരും ക്രിട്ടിക്സും ഒക്കെ ഈ ഒരു ഡ്രാമയിൽ കൂടുതൽ റൂളുകളും നിയമങ്ങളും ഒക്കെ കയറ്റാൻ ശ്രമിച്ചുവെങ്കിലും അതിനെയൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ ഒരു റൊമാൻറ്റിക് ഡ്രാമ ഉരുത്തിരിഞ്ഞു വന്നു. The Spanish romantic drama of the 17th century, best known to us in the works of its two chief masters, Lope de Vega and കാൽഡറോൺ. അതായത് ഈ ഒരു റൊമാൻറ്റിക് ഡ്രാമയ്ക്ക് ഉദാഹരണം എന്ന് പറയുന്നത് 17ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന 2 സ്പാനിഷ് നാടകകൃത്തുക്കളാണ് ലോപ്പെ ഡിവാങ്കയും കാൽഡറോണും. ലോപ്പെ ഡിവാങ്കയുടെയും കാൽഡറോണിൻ്റെയും നാടകങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ്. It deserves the attention of the students of its immense fertility and ingenuity in the matter of plot. ഇതിന് വളരെ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സ്പാനിഷ് ഡ്രാമകൾ. റൊമാൻറ്റിക് ട്രാജഡി ഈസ് കോമൺലി അരിസ്റ്റോക്രാറ്റിക് ഇൻ നേച്ചർ. അതായത് റൊമാൻറ്റിക് ട്രാജഡികൾ പ്രഭു ജീവിതത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ദ ട്രാജിക് ഹീറോ ഈസ് ഓഫൺ സെറ്റ് ഇൻ ദ വേൾഡ് ഓഫ് കോമൺ പ്ലേസ് മെൻ ആൻഡ് തിങ്സ്. അതായത് ട്രാജിക് ഹീറോ ഒരു സാധാരണക്കാരനായിരിക്കും. In romantic comedies, the framework of the story is important. It deals with that which was not actual, but is now remote. അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതുമായിട്ടുള്ള ഒരു കഥയായിരിക്കും, അല്ലെങ്കിൽ ഒരു പശ്ചാത്തലമായിരിക്കും ഈ കഥകളിൽ ഉണ്ടാവുക. Classical comedy on the other hand deals with what is true and therefore with what is perennially actual. എന്നാൽ ക്ലാസിക്കൽ കോമഡി ആണെങ്കിൽ എന്താണ് ട്രൂ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പെരിനിയലി ആക്ച്വൽ, എല്ലാ കാലഘട്ടത്തിലും ശരി എന്നുള്ള ഒരു കഥാപശ്ചാത്തലമായിരിക്കും ക്ലാസിക്കൽ നാടകങ്ങളിൽ ഉള്ളത്. Classic drama deals with the great legends of a remote mythical age. ക്ലാസിക്കൽ ഡ്രാമ ഡീൽ ചെയ്യുന്നത് ഇതിഹാസങ്ങളാണ്, ഗ്രേറ്റ് ലെജൻസ് ആണ്, മഹത്തായിട്ടുള്ള ഇതിഹാസങ്ങളാണ്. ഓഫ് എ റിമോട്ട് മിത്തിക്കൽ ഏജ്, അതായത് പുരാണ കാലത്തിലുള്ള ഇതിഹാസങ്ങളാണ് അതിൻ്റെ പശ്ചാത്തലം. ഇറ്റ്സ് ചീഫ് ക്യാരക്ടേഴ്സ് ഹാഡ് ബീൻ മെജസ്റ്റിക് ഹീറോസ്. അതിൻ്റെ ക്യാരക്ടേഴ്സ് വളരെ ഗാംഭീര്യമുള്ള ഹീറോസ് ആയിരിക്കും. ഹു ബിലോങ് ടു എ വേൾഡ് ഓഫ് ട്രഡിഷൻ ഓൾ ടുഗെദർ. ആ ഹീറോസ് ബിലോങ് ചെയ്യുന്നത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ട്രഡിഷനിൽ നിന്ന് വരുന്ന ഹീറോസ് ആയിരിക്കും. അപ്പാർട്ട് ഫ്രം ആൻഡ് ഫാർ എബോവ് ദ ഓർഡിനറി ഹ്യൂമാനിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. അതായത് സാധാരണ ജീവിതത്തിൽ നിന്ന് വിഭിന്നമായിട്ട് പുരാണ കാലത്തുള്ള ഹീറോസും അവരുടെ ഒരു പശ്ചാത്തലവുമായിരിക്കും ക്ലാസിക്കൽ ഡ്രാമയിൽ വരുന്നത്. ദ റൊമാൻറ്റിക് ട്രാജഡി കമ്പൈൻസ് ദ ഐഡിയലിസ്റ്റിക് വിത്ത് ദ റിയലിസ്റ്റിക്. എന്നാൽ റൊമാൻറ്റിക് ട്രാജഡി എന്ന് പറയുന്നത് ഐഡിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആദർശപരമായിട്ടുള്ളതും റിയലിസ്റ്റിക്, അതായത് യാഥാർത്ഥ്യപരമായിട്ടുള്ളതും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് റൊമാൻറ്റിക് ട്രാജഡി. ഇൻ റിയലിസ്റ്റിക് ഡ്രാമ the unities of time and place are now very commonly preserved within each act. അതായത് റിയലിസ്റ്റിക് ഡ്രാമയിൽ, അതായത് യാഥാർത്ഥ്യ നാടകങ്ങളിൽ യൂണിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസ് അത് കൃത്യമായിട്ട് ഓരോ ആക്റ്റിലും പ്രിസർവ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. The product of our own age of eclecticism and experiment in every department of art, the modern drama exhibits so many varieties that no summary statement of its characteristics would be possible. അതായത് മോഡേൺ ഡ്രാമയ്ക്ക് പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഒന്നുമില്ല. അതായത് നമ്മുടെ ടൈം എന്ന് പറയുന്നത് എക്ലക്റ്റിസത്തിൻ്റെ ടൈമാണ്. എക്ലക്റ്റിസം എന്ന് പറഞ്ഞാൽ ആശയം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ആശയം തിരഞ്ഞെടുത്തും എക്സ്പെരിമെൻ്റ് ചെയ്തും ഒക്കെ ആണ് മോഡേൺ ഡ്രാമയിലെ ഘടകങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു റൂളോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ തന്നെ വേണം, അങ്ങനെ ഒരു നിയമമൊന്നും അതിനില്ല.
even the prepositions of the romantic stage have been abandoned, and under the cooperating influence of the democratic spirit and realism, the domestic drama, the showed aim of which is to hold the mirror up to the ordinary human life, has established itself as the most complete representative of modern art. അതായത് റൊമാൻറ്റിക് ഡ്രാമയുടെ രീതികളെ പോലും അബാൻഡൻ ചെയ്തുകൊണ്ട് ഡെമോക്രാറ്റിക് സ്പിരിറ്റും റിയലിസവും, അതായത് ജനാധിപത്യ സ്പിരിറ്റും റിയലിസം എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം, ഇതൊക്കെ മിക്സ് ചെയ്ത് ഡൊമസ്റ്റിക് ഡ്രാമയാണ് ലാസ്റ്റ് കാലങ്ങളിൽ ഉരുത്തിരിഞ്ഞ് വന്നത്. അതായത് കുടുംബ നാടകങ്ങൾ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് which is to hold the mirror up to the ordinary human life. അതായത് സാധാരണ ജീവിതത്തിലേക്ക് മിറർ ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഡൊമസ്റ്റിക് ഡ്രാമ. And it has established itself as a most complete representative of modern art. അപ്പോൾ മോഡേൺ കാലഘട്ടത്തിൽ ഈ ഒരു ഡൊമസ്റ്റിക് ഡ്രാമയോട് കൂടിയാണ് പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നത്. Drama thus has assumed different forms during different periods in different countries. അപ്പോൾ നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയെന്ന് പറയുന്നത് ഡ്രാമ പല പല കാലഘട്ടങ്ങളിലൂടെ പല പല രാജ്യങ്ങളിലൂടെ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി മാറി പല രീതികളിലൂടെ സഞ്ചരിച്ചാണ് ഇന്നത്തെ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ യൂണിറ്റിൽ വരുന്നത്. ഇനി ഈ യൂണിറ്റിൽ 3 പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് ഏതാണെന്ന് പറഞ്ഞാൽ, വാട്ട് ആർ ദ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഓഫ് ഫിക്ഷൻ, അത് ഒരു എസ്സേ. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ നാച്ചുറൽ ഡിവിഷൻ ഓഫ് എ ഡ്രമാറ്റിക് പ്ലോട്ട്. പിന്നെ ഈസ് ഡ്രാമ എ പ്യുവർ ലിറ്റററി ആർട്ട്. ഇത് 3 ഇതിനകത്തുള്ള 3 എസ്സേസ്. ഇത് കൂടാതെ ഈ ഒരു മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ വരുന്ന സമയത്ത് ആ മെറ്റീരിയൽ വായിച്ചു നോക്കുകയും എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡപ്പ് ചെയ്യുകയും വേണം. പിന്നെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇതിലുള്ള ടേംസ് ഗൂഗിൾ ചെയ്ത് നോക്കുകയും എക്സ്ട്രാ നോളജ് അക്വയർ ചെയ്യുകയും വേണം. പിന്നെ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് വേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ റീഡിംഗ് ആണ്. കുറച്ച് എക്സ്ട്രാ നാടകങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുകയും കുറച്ച് ഫിക്ഷൻസ് വായിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണിത്. താങ്ക് യു.